എൻ്റെ പേര് സാബു. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ കനമല ഇടവിലെ ഒരു അംഗമാണ്. ഇത് ഭാര്യ ആലീസ്. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത മോൻ്റെ പേര് ബെനഡിറ്റ്, അടുത്ത ബേസിൽ, മൂന്നാമത്തെ ആൾ ബെഞ്ചമിൻ, നാലാമത്തെ പേര് ബാസ്റ്റിൻ, അഞ്ചാമത്തെ പേര് ബെൻസന് 7.5 മാസമായിട്ടുള്ളൂ. സന്തോഷമായിട്ടുള്ളൂ. ഞാനിവിടെ ആകാശം പറയുന്ന ഒരു ആശ്രമത്തിലെ ശുശ്രൂഷകനാണ്. കൂടെ പുല്ല് വെട്ടാൻ പോകുന്നുണ്ട്. അതാണ് വരുമാന മാർഗങ്ങൾ. സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ വീട്ടിൽ മക്കളെയൊക്കെ നോക്കി കുടുംബത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പോകും. ഞങ്ങൾ കാണുന്നത് നമ്മുടെ വചനം പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ഒരു വചനം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആശ്രമത്തിൽ ശുശ്രൂഷനായിട്ടുണ്ട്. അവിടുത്തെ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു, നിനക്ക് 4 മക്കളെ തരണം, നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മക്കളെ സ്വീകരിക്കുക. അങ്ങനെ ഒരു പ്രചോദനമായി. പക്ഷെ ഞങ്ങൾക്ക് ഓരോ മക്കളാണ് അനുസരിച്ച് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്നുണ്ടായിരുന്നു. സന്തോഷമായിട്ട് പോകുന്നു കാര്യങ്ങൾ. ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ദൈവം എനിക്ക് ഈ വാരിക്കോരി 5 മക്കളെ തന്നിട്ടുണ്ട്. അവർക്ക് കേടില്ലാണ്ട് നല്ല മക്കളെ വളർന്നു വരണമെന്നൊരു പ്രാർത്ഥിച്ച് നടക്കും. പിന്നെ മക്കളാണനുസരിച്ച് ദൈവമാണ് എല്ലാ കാര്യങ്ങളും. ജോലിക്കാണെങ്കിലും സാമ്പത്തിക മേഖലയായാലും ഞങ്ങൾ ശരിക്കും കുടുംബജീവിതം തുടങ്ങുമ്പോൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. മക്കളെ ഞങ്ങളിങ്ങനെ സ്വീകരിക്കുന്നതനുസരിച്ച് സ്ഥലം മേടിച്ചു, അതിനുശേഷം വീട് വെച്ചു. ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും അധികമായി 10 ഇരട്ടി ഞങ്ങൾക്ക് ദൈവം തന്നു. മക്കളെ സ്വീകരിക്കുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും, മക്കളെ നോക്കുന്നതായാലും അങ്ങനെ ഒരു അസുഖമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ പലരും ഞങ്ങളോട് പറയാറുണ്ട്, ഇങ്ങനെ മക്കളെ കൂടുതൽ സ്വീകരിക്കുന്നു. പല പ്രായമുള്ള ആൾക്കാർ 1, 2 മക്കളും 3 ഉള്ളവർ പറഞ്ഞു മക്കൾ പുറത്താണ്. അവർ പറയുകയാണ്, പക്ഷേ പണ്ടത്തരം പറ്റി സ്വീകരിക്കാറുന്നു. നിങ്ങളെ കാണുമ്പോൾ അസൂയ തോന്നുന്നു വരെ പറയുന്ന ആൾക്കാരുണ്ട് എന്നോട്. രാവിലെ ചേട്ടൻ ഒരു 4:30 ആകുമ്പോൾ എനിക്കും ഒരു 5:30 വരെ പ്രാർത്ഥന, ആളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചെയ്യും. 5:45 തുടങ്ങി മക്കളെ വിളിച്ചിട്ട് മൂത്ത 2 പേരും കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടും. അവർക്ക് ഭയങ്കര വിഷമമാണ്, തല്ലി ഇതൊക്കെയാണ്. എന്നാലും അവർ കുറച്ച് കഴിയുമ്പോൾ ഉഷാറായിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെ സുഖമായി അവർ ഇതായി പോകും. അത് കഴിഞ്ഞ് പിന്നെ വന്ന് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കും. ചേട്ടൻ പുല്ല് വെട്ടാനും പിന്നെ ആരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ പോകും. ഞാൻ വീട്ടിലെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കി വൈകി പിന്നെ പ്രാർത്ഥന നേരം കിട്ടുമ്പോൾ പ്രാർത്ഥന ചൊല്ലും. പിന്നെ ചെറിയ കൊച്ചുള്ള കാര്യമുണ്ട്, അവൻ്റെ പിന്നാലെ എപ്പോഴും നടക്കണം. അങ്ങനെയായിട്ട് അന്നത്തെ ഒരു ദിവസം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. പിന്നീട് എനിക്ക് തകർച്ചയിലൂടെ ദൈവത്തെ അറിയാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവാണ് എല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കിടന്നു. ദൈവം എന്ത് നമ്മളിന്ന് ആഗ്രഹിക്കണം അതനുസരിച്ച് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. അതനുസരിച്ച് മക്കളെ ശരിയെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്ന പോലെ ജീവിക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളല്ല, കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരധ്വാനം വ്യർത്ഥമാണ് തിരുവചനം പറഞ്ഞു. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അന്നു വേണ്ടുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ കർത്താവിനോട് പറയാം, മക്കളെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അവരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വരാനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ ഒരുപാട് തകർന്നു പോകുന്നു. ഒരുപാട് കുടുംബങ്ങൾ നമ്മളോട് ഒത്തിരി വേദന പങ്കുവെക്കാറുണ്ട്. അപ്പം നമ്മൾ അവരെ ദൈവത്തിന് സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയാണ്. ഞാൻ കഴിയുന്നതും ഭക്തിയോടുകൂടി മുട്ടുകുത്തുന്ന കാഴ്ച സമർപ്പണങ്ങളെല്ലാം നിയമങ്ങൾ വെക്കുന്നു. എന്താണ് ദൈവത്തിന് നമ്മളുടെ പദ്ധതി? മക്കളെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ആ ജീവിതം ക്രമീകരിക്കുന്നു. എനിക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാന കഴിയുമ്പോൾ എനിക്ക് ശാരീരിക ക്ഷീണമുണ്ടല്ലോ, പക്ഷേ ആ കുർബാന കഴിഞ്ഞ് ഈശോനെ ഞാൻ സ്വീകരിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വളരെ എനർജിയാണ്. അതിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഫസ്റ്റ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക എന്ന വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞ കാലഘട്ടവും പിന്നീട് ഞാൻ ദൈവത്തെ അറിഞ്ഞ കാലഘട്ടം എന്നുള്ള ഒരുപാട് അന്തരം. എല്ലാത്തിനും എന്തെല്ലാം സംഭവിച്ചാലും മനസ്സിനൊരു സന്തോഷം, എന്ത് ദുഃഖം വന്നാലും മനസ്സിന് ഒരു ആത്മീയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വലിയ ദുഃഖങ്ങളൊന്നും വരാറില്ല. ദൈവം എല്ലാം ക്രമീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു ചെയ്യുന്നു. ദൈവം ക്രമീകരിക്കും.
താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ ഇതിൽ ചിന്തയിൽ എപ്പോഴും പോകും. പ്രാർത്ഥന ഇത്തിരി കുറവാണ്. ചേട്ടൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ കൂടുതൽ അങ്ങോട്ട് ആളുടെ കൂടെ ഒന്ന് എത്തിക്കും. പിന്നെ ആൾ പറയും നമ്മൾ ദൈവത്തെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല, നമുക്ക് ദൈവത്തിനോട് ചേർന്ന് നിന്നാണ് ദൈവം എല്ലാം തരുള്ളൂ എന്ന് പറയും. ഇപ്പം ഞാൻ ശരി സമ്മതിക്കും. പക്ഷെ എന്നാലും ചേട്ടൻ പറഞ്ഞല്ലോ കുറച്ച് ലോകത്തിലേക്ക് ഇങ്ങനെ ഇപ്പം പറയും ഒരു കൊച്ച് 2 കൊച്ചായി കഴിഞ്ഞപ്പോൾ നിർത്താന്ന് പറയും. എനിക്ക് സിസേറിയനായിരുന്നു 5 ഇതായിട്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ എന്നോട് പറയാം എൻ്റെ ആരോഗ്യം പോവും, എനിക്ക് ഇനി കുറച്ച് 19 വയസ്സാകുമ്പോൾ ഏറ്റെടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഉള്ളിലൊരിത് വരും, പേടി. അപ്പം ഞാൻ പറയും വേണ്ട, അങ്ങനെ ഒരിത് പറയും. അപ്പം നമ്മൾ ദൈവത്തിനാണ് ആശ്രയിക്കണേ. അപ്പോൾ ദൈവം അത് നടത്തി തരും, നിനക്ക് കൂടുതൽ ആരോഗ്യശക്തി തരും. ഇതുവരെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷിയാണല്ലോ. ഒന്നുമില്ലാതെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം മക്കളാണ് അനുസരിച്ച് നമുക്ക് വീട്ടിൽ എവിടെ പോയാലും വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. ഇടയ്ക്ക് ഞാൻ ഒരു 3 മാസം കാലൊടിഞ്ഞിരുന്നു. എൻ്റെ പള്ളിയിൽ ഒരു വീട് പണിതുകൊണ്ട് അവിടെ ടൈൽ ഇറക്കി കൊടുത്താണ് വണ്ടിയിൽ നിന്ന്. അപ്പം ഇവിടെ വന്നു. അപ്പം ഭാര്യനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെ പോകും നമ്മളിങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ടെസ്റ്റായി കിടക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ ഒരാളോട് കുറച്ച് കാശ് കടം മേടിക്കാൻ എന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ അന്ന് ഈ 3 മാസം ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനല്ല തമ്പുരാനാണ്. എനിക്ക് കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു, ദൈവമാണ് ക്രമേരി മനസ്സിലായി. കാരണം ഈ 3 മാസം കഴിയുമ്പോൾ ഒരുപാട് പേര് ഇടവെന്നായാലും അടുത്തുള്ളവരൊക്കെ വളരെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും സഹായിച്ചു. എനിക്ക് വേണം എല്ലാം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 10-15,000 എൻ്റെ കയ്യിൽ ബാലൻസാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനേക കാര്യങ്ങളാണ്. ആർക്കും സഹായം ചെയ്യാത്ത പലരും ഞങ്ങൾക്ക് വന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ സഹായിച്ചു, ഇങ്ങനെ ചെയ്തു എന്ന് പറയും. എൻ്റെ ഒരു പരിചയത്തിലൊരാൾ എനിക്ക് ആൾക്ക് 8,000 ശമ്പളമുള്ളൂ. ആടെ ഭാര്യ ക്യാൻസറാണ്. എന്നിട്ടും ആ മനുഷ്യൻ 2 പ്രാവശ്യം വെച്ച് 2,000, 2,000, 4,000 എൻ്റെ കൈ കൊണ്ടുവന്നു. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ആൾ നിർബന്ധിച്ച് വെച്ചിട്ട് പോകണം. അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം പരിപാലിക്കും. അപ്പം ഞാൻ ദൈവത്തിനെ ആശ്രയിച്ചു. നമുക്കൊന്നിനും കുറവില്ലാതെ ഈ മക്കളെ വളർത്തുമ്പോൾ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഇപ്പോൾ 5ാമത്തെ സിസ്റ്ററിൽ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, കുറച്ച് ട്യൂബൊക്കെ ഇട്ടിട്ട് അവൾക്ക് വീട്ടിൽ. പക്ഷേ അയൽവാസികളായാലും എല്ലാവരും ഒന്ന് ഭയങ്കര സഹകരണം. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായ ദൈവം എത്രയോ സഹായം. ദൈവം നേരിട്ടല്ലോ മറ്റുള്ളവർ. ഞങ്ങളുടെ അയൽവാസികളായാലും ഒരാളൊന്ന് കൊച്ചിനെ കുളിപ്പിക്കുന്നു, അവളെ കുളിപ്പിക്കാൻ കൊടുക്കുന്നു, ഇവിടെ അടിച്ചു വരുന്നു. എല്ലാവരും ഭയങ്കര മത്സരിച്ചായിരുന്നു നമ്മൾ സഹായിച്ചുകൊണ്ടിരുന്നത്. ആശ്രമത്തിലായാലും അവർ ഭക്ഷണം സിസ്റ്ററൊക്കെ വെച്ചാൽ വെയിലത്ത് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടു തരും, എനിക്ക് പോകാനല്ല ഇവിടെ. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളുടെ ദൈവം വളരെ മനോഹരമായിട്ട് ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിടും. എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും അനുഗ്രഹങ്ങളോ പലരോടെ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൂ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അവരെ നോക്കും. എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ കടന്നു വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ ഒന്നിച്ച് കൂട്ടി ദൈവം അവർ പരിപാലിക്കുന്നു. വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നുണ്ട്. ഈ മക്കൾ ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ അവർ 5 പേരും മത്സരം അത് എടുത്തുകൊണ്ട് ഇത് കാണുന്ന നമുക്ക് ഭയങ്കര ആനന്ദമാണ്. കാറ്റിസത്തിന് എല്ലാവരും 3 പേരും പോകുന്നുണ്ട്. മൂന്നാമത്തെ 4-ായിട്ടുള്ളൂ. അപ്പോൾ അവനോട് ഞാൻ പറയും, ഇങ്ങനെ ഈശോനെ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പഠിക്കണത്. അപ്പോൾ നല്ല രീതിയിൽ അത് കേട്ട് പഠിക്കണം. അപ്പോൾ അവൻ ആഗ്രഹമുണ്ട് അങ്ങനെ. പിന്നെ ഇത്തിരി വായിക്കാൻ എഴുതാൻ ഇത്തിരി പിന്നാക്കം ഉണ്ടാകും. പിന്നെ ഉഷാറ് കുറവാണ് അങ്ങനെ കാര്യത്തിൽ. പിന്നെ പടം വരയ്ക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞ് നിനക്ക് എന്ത് ഇതിലേക്ക് പോകണതായാലും ആദ്യം ദൈവത്തെ അറിയണം. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ ആദ്യം കാറ്റിസത്തിന് പോകും. അത് നല്ലൊരു ദൈവം ഏറ്റവും വലിയൊരു ഇതാണ്, അത് മുടങ്ങാണ്ട് പോകണം. പിന്നെ അതേപോലെ നീയാണ് അനിയന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ അന്നത് പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക, കാറ്റിസം. അപ്പം അത് ദൈവം തന്നെ അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിയും വരൊക്കെ തരും എന്ന് പറഞ്ഞു.
കുടുംബ പ്രാർത്ഥന ഇവിടെ പിള്ളേരെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് വടിയുണ്ടാവും എൻ്റെ കയ്യിൽ. കാരണം അവരെ മുട്ടുകുത്തിച്ച് ഞാൻ മുട്ടുകുത്തി നിന്നാണ് കുടുംബ പ്രാർത്ഥന ചെല്ലുള്ളൂ. അപ്പം ഞാനിരുന്നാൽ അവർ പറയും അപ്പച്ചനിരിക്കുക, ഞങ്ങൾക്ക് എന്തായിരുന്നു. അപ്പം ഞാൻ മുട്ടുപിടിച്ച് കൈപിടിച്ച് ഞാൻ പറയും, മക്കളെ ഈശോ നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ചു, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം. അപ്പോൾ അങ്ങനെ അവരെ ഒരുക്കി ഏറെക്കുറെ 1 മണിക്കൂർ ഉണ്ടായും പ്രാർത്ഥന. അപ്പം വചനം വായിക്കുമ്പോഴായാലും ഞാൻ ഇടയ്ക്ക് അവരെ കൊണ്ട് 2 പേരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കും, ഇതാണ് നമ്മൾ പഠിക്കണം, നമുക്ക് ഈശോയിലൂടെ അല്ലാണ്ട് ഒന്നും കിട്ടാനില്ല, നമ്മൾ ചെയ്താൽ ഇത്രേ ഉള്ളൂ, അപ്പച്ചനല്ല ഈശോയാണ് കുടുംബം നടത്തുന്നത്. അപ്പം അങ്ങനെ കൊടുത്ത് കുടുംബ പ്രാർത്ഥനയിൽ അവരെ കൂടുതലും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. താഴെയുള്ളവർ അത്ര അറിവാകത്തുകൊണ്ട് അവർ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങളത് കഴിയുന്നത് ഞാൻ മുട്ടുമേ നിന്ന് ചെയ്യുള്ളൂ. കാരണം ഇവരെക്കുറിച്ച് ചോദനം കൊടുക്കണല്ലോ. കാരണം എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈശോനെ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ സഭയിലൂടെ ആയാലും അച്ഛന്മാരായാലും പള്ളിയിൽ കാറ്റഗറിസ് ആയാലും കുറച്ച് സമയം അവർക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി നമ്മളാണ് കൊടുക്കേണ്ടത്. ട്രാവലിങ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇടവയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, 4-5 വീട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് എവിടെ പോകണമല്ലോ വണ്ടി, അങ്ങനെ അവരൊക്കെ എവിടെ പോകണമല്ലോ ഇന്ന് വരെ നോ എന്ന് പറയില്ല. ഇപ്പം നാട്ടിലാണ്, എൻ്റെ നാട് കോട്ടയാണ്, പോകുമ്പോഴെല്ലാം ഇവിടെ ആരെങ്കിലും വണ്ടി മേടിച്ച് കാറിലാണ് ഞങ്ങൾ പോയി വരുന്നത്. അപ്പോൾ എല്ലാ രീതിയും ദൈവം പരിപാലിക്കുന്നു. അല്ലാതെ നമുക്ക് ട്രെയിനിലേക്ക് പോകുമ്പോഴത്തെ മക്കളെ ഉള്ളതുകൊണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തിനും എല്ലാവരും മുന്നേ ഭയങ്കര സപ്പോർട്ടാണ്. മക്കളെ കൂടുതൽ ഇതാകുമ്പോൾ അവരുടെ കുറവുകൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആ സമയത്തൊരു വിഷമം തോന്നും. എന്ത് ചെയ്യാൻ, ഒപ്പത്തിന് ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് 10 വരെ ഞാൻ പോയിട്ടുള്ളൂ. എന്നാലും അറിയില്ലെങ്കിൽ ഞാൻ കുറേ സങ്കടപ്പെടും. കാരണം എനിക്ക് ഇപ്പോഴത്തെ പഠിപ്പ് ഇത്തിരി ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ദൈവമേ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഇതപ്പോൾ എന്നെ സഹായിക്കും. ഇപ്പോൾ തൊട്ടടുത്ത ചേച്ചിയായാലും അവരൊക്കെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം, വിഷമിക്കണ്ടെന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഇത്തിരി നേരം പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടണമില്ല അപ്പോൾ ഇവരോട് ഞാൻ പറയും, മക്കളെ അമ്മയ്ക്ക് കിട്ടാത്തത് കണ്ടപ്പോൾ പഠിക്കാത്ത ആരുണ്ടോ, നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ പഠിക്കും. 3ാമത്തവന് അപ്പച്ചൻ്റെ പോലെ പുല്ല് വെട്ടാനും പോകാൻ ആഗ്രഹം എന്ന് പറയും. ഞാൻ പണിയെടുത്തോണ്ട് പ്ലെയിനിൽ പൊക്കോണ്ട് എന്നൊക്കെയാണ് പറയുക. പിന്നെ പണിയെടുക്കണം, പഠിക്കണം. അപ്പം അവരുടെ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ എന്തെന്നെ സഹായിക്കും, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. കുഞ്ഞുമാവനെ നോക്കാനായാലും അവർ കൂടെ വരും, എല്ലാ കാര്യത്തിനായാലും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്നാൾ സഹായിക്കും, പക്ഷെ ആളായിരിക്കില്ല, വേറെ ആളായിരിക്കും നമ്മൾ സഹായിക്കുക. നമുക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് എന്നൊരു തോന്നിയിട്ടില്ല. ഞാനൊരു ഫോൺ എടുക്കുമ്പോൾ അതിനിപ്പോൾ ടച്ച് ഫോൺ എടുക്കണപ്പോൾ 1 മാസം ഞാൻ അതിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിൽ നിന്നൊരു തിന്മ കയറി വന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ മക്കൾക്കായാലും കൊടുക്കുമ്പോൾ അവർ ചില സമയത്ത് നമുക്ക് അവരൊന്ന് ഒതുക്കി നിർത്താൻ ചില സമയത്ത് ഫോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് നമ്മളെക്കാളും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ബ്രില്യൻ്റാണ്, നമ്മളെക്കാളും ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ ലോക്കിട്ടാലൊക്കെ അവർ തുറക്കും. എങ്കിലും ഇപ്പോൾ പള്ളിയിലായാലും അച്ഛന്മാർ ചില പറയും, എങ്ങനെ അവർക്ക് ഇടയ്ക്ക് കൗൺസിലിംഗ് കാര്യങ്ങൾ കിട്ടും, പറയും ഫോണിൻ്റെ ദുരുപയോഗം. അതുകൊണ്ട് കഴിയുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കൽ കുറവാണ്. പിന്നെ അവരത് ഗെയിം കളിക്കും, ശ്രദ്ധിക്കും ഇവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ വേറെ ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൂടുതലും കിടന്നുറങ്ങുമ്പോഴാണ് ഞാൻ വചനം വെച്ചാണ് കിടന്നുറങ്ങുക. TV കാണലൊന്നും പൊതുവേ അങ്ങനെയില്ല. ഞാൻ ഉള്ളോടും പറയും, പിള്ളേർ ഇങ്ങനെ വല്ലാണ്ട് കുറുമ്പതൊക്കെ കാണിക്കുമ്പോൾ ഫോൺ കൊടുക്കും. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അവർ ഇതാവുക. അപ്പം ഞാൻ പറയും, ഈ മറ്റേ ഗെയിമൊന്നും കളിക്കാൻ പാടില്ല, അതൊക്കെ അപകടങ്ങളാണെന്നൊക്കെ പറയും. അപ്പം 4ാമത്തവനാണ് എല്ലാവരേക്കാളും ബുദ്ധി. അവനതെങ്ങനെയും മാറ്റിയെടുത്തിട്ട് ഗെയിമൊക്കെ കളിക്കാൻ നോക്കും. എൻ്റെ അവർ ഞാൻ കാണില്ല, ഒരു ഫോൺ വരെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാളും. എന്നാലും ഈ നമ്മളിൽ നിന്നൊരു നീങ്ങി നിന്നിട്ടില്ല, അവരുടെ കൂടെ നിന്നിട്ടാണ്. അങ്ങനെ അധികം ഓവറായിട്ട് കൊടുക്കാറില്ല. ചേട്ടൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടി സാബുചേട്ടനും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാബുചേട്ടനെ വെച്ചാൽ അന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ പറയും, ഈ ഈ കോട്ടയംകാരാണ്, ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്നൊന്നും കിട്ടാണ്ട് ഇനി കോട്ടയത്തു നിന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കില്ല എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ അവള് സാരിയായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ നാത്തൂനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പിന്നെ ആരാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. കണ്ട് ഞങ്ങൾ സംസാരിച്ചു, അങ്ങനെ തിരിച്ചു പോന്നു. ആളങ്ങനെ 2ാമത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണം ആളുടെ വീട്ടുകാരെല്ലാവരും കൂടി അങ്ങനെ നടത്തി. അവളെ സംബന്ധിച്ച് അവള് എത്ര കഷ്ടപ്പെടാൻ തയ്യാറാ. ആള് ഇത്രയും കുറേ എല്ലാ പണികളും ചെയ്യും. ഏത് പണി ആൾക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ആള് ചെയ്യുന്നുണ്ട്.
പിന്നെ അവൾ ആരോടും കൂടുതൽ അങ്ങനെ വഴക്കിന് ഇപ്പം എൻ്റെ അമ്മയുടെ ആയാലും എന്ത് പറഞ്ഞാലും അവളങ്ങനെ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കില്ല. പെട്ടെന്ന് തന്നെ അവളത് ഇത് ചെയ്യും. എൻ്റെ ഒരു 2ാം വിവാഹമാണ്. അപ്പം അതിനൊക്കെ ആൾ ഉൾക്കൊള്ളാനും സാധിച്ചു. അങ്ങനെ ഒരു ഇതിൽ ആളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളോട് പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചു. വേണം ദൈവത്തെ മറന്നൊന്നും ആൾ ചെയ്യില്ല. അതാണ് ഏറ്റവും മെയിനായിട്ട് ആളുടെ ഇതിൽ. അപ്പം അത് ഞങ്ങളെല്ലാവരും അതനുസരിച്ച് ചെയ്യണം, പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനുള്ള തയ്യാറാണ്. ഇത്തിരി വൈകിയാലും ദൈവം നല്ലത് തരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിത പങ്കാളി കിട്ടാനായിട്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അതിനകത്ത് കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പ്ലാനും പദ്ധതിയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും അതില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് ആരും തയ്യാറല്ല. പിന്നെ ദൈവം തന്നെ മക്കളെ സ്വീകരിക്കുക. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, അത് നമ്മളിപ്പോൾ സഹിച്ച് ദൈവത്തിന് വേണ്ടി അവരെ വളർത്താം. അപ്പോൾ കുറച്ച് ഇങ്ങനെ കാത്തിരിക്കുക, നല്ലൊരു ജീവിത പങ്കാളി കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും 3 പേരാണ്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ക്ഷമിക്കാനായാലും സഹിക്കാനായാലും എല്ലാ കാര്യങ്ങളും. കർത്താവ് എപ്പോഴും വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരാണ്. അതിനാൽ ഏറ്റവും അടിസ്ഥാനം എന്നതിന് പ്രാർത്ഥന തന്നെ. ഒന്നിച്ച് ഭാര്യാഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ആളുകൾ. ഇപ്പം മക്കളായി ചിലപ്പോൾ അതിന് സമയം കിട്ടില്ല, അവൾ ദിവസം. അപ്പോൾ എല്ലാത്തിലും ഒരു നമ്മൾ ഒന്നിച്ച് ഭാര്യാഭർത്താക്കന്മാരിരുന്ന് പ്രാർത്ഥിക്കാൻ, കരം കോർത്ത് പിടിച്ച ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കിട്ടുന്നത്. ഇന്ന് എല്ലാവരും തിരക്കാണ്. ഈ കഴിഞ്ഞ സിനഡിൽ പിതാക്കന്മാർ കണ്ടെത്തിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപം എന്ന് ബിസി, തിരക്ക്. അപ്പോൾ ഇന്നും എല്ലാവരും തിരക്കായതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും ബന്ധപ്പെടാനും അവർക്ക് സമയമില്ല. പിന്നെ എല്ലാത്തിലും ഏറ്റവും വില്ലനായിട്ട് കടന്നു വരുന്നത് ഇപ്പോൾ ഫോണാണ്. അതുകൊണ്ട് പരസ്പരമുള്ള ഐക്യം, കൂടെയുള്ള സഹവർത്തങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നില്ല, തിരക്കാണല്ലോ. സങ്കീർത്തനം 21 കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. അപ്പം ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവമുണ്ട് എന്നുള്ള സംബന്ധിച്ച് നമ്മൾ ഒന്നുമില്ലാതെ വന്ന സമയങ്ങൾ എല്ലാം തകർന്ന സമയത്ത് ആണ് ഞാൻ ശരിക്കും ആത്മഹത്യ ഇറങ്ങിയൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് ധ്യാനം കൂടി ദൈവത്തെ അറിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ദൈവം സൗഭാഗ്യങ്ങൾ ഇങ്ങനെ കോരിത്തന്നു. നമ്മൾ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ പത്തരത്തിൽ നമുക്ക് ദൈവം തന്നു. ചോദിക്കുന്നതിലും നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതേ പിടിച്ചിട്ട് ഞാനാണ് പറഞ്ഞത്, ഞാൻ നിന്നെ സഹായിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. യെശയ്യാ 41:13 വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആവർത്തിച്ച് ചൊല്ലി അങ്ങനെ ബലം പിടിച്ചു. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്, ഞാൻ ഭയപ്പെടാൻ ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ പറയാൻ നമുക്ക് പ്രത്യേക ഒരു ഊർജ്ജം, ശക്തി ആ വചനത്തിലോട്ട് കിട്ടി അങ്ങനെ കടന്നു വരുന്നില്ല. പിന്നെ കുടുംബ പ്രാർത്ഥനയിലായാലും ഞങ്ങൾ ഒരുപാട് സങ്കീർത്തനങ്ങൾ കൂടുതൽ ചെല്ലുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ ദിവസം ഇപ്പോൾ 3 മണിക്ക് കരുണക്കോന്ത ചെല്ലും. ഞങ്ങളിങ്ങനെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, മാതാവിൻ്റെ സംരക്ഷണം കരുണക്കോന്ത എപ്പോഴും ചെല്ലണം. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒത്തിരി നേരം ഇവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് ഈ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 3 മണി തുടങ്ങി ഇവർ വരുന്നതിനകത്ത് കൊന്തയും കരുണക്കൊന്തയും കുരിശിൻ്റെ വഴിയും ചെല്ലും. അങ്ങനെ ഒരു പ്രാർത്ഥന ലഘുവായിട്ട് ചെല്ലാറുണ്ട്. ദൈവത്തെ അറിഞ്ഞ നാൾ ആശ്രമത്തിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പം 8,000 ശമ്പളം കിട്ടുമ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു വരുമെന്നുള്ള ആ കാഴ്ചപ്പാടിലൂടെ ഞാൻ അന്ന് അത് ചെയ്യാൻ തുടങ്ങി. അന്നോട്ട് അപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ വന്ന് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് കുടുംബജീവിതം ആരംഭിച്ചു. അതിൽ നിന്ന് വാടകയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ദൈവം വളരെ മനോഹരമായിട്ട് നടത്തുന്നു. അതിലൂടെ എനിക്ക് തോന്നുന്നു ഞാനൊരു 4,000 ചിട്ടി നടത്തിയിരുന്നു. 2,500 വാടകയും കൊടുത്ത് 4,000 ചിട്ടി നടത്തി എൻ്റെ ദശാംശം കയ്യിൽ കിട്ടുന്ന ബാക്കി. പക്ഷേ ദൈവം അതെല്ലാം ഒരു ബാധ്യതയും വരുത്താണ്ട് ഇന്നുവരെ അത് ക്രമീകരിച്ച് അന്ന് നടന്നിരുന്നു. കൂട്ടുകുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉണ്ടാവും നമ്മുടെ കൂടെ. ഇപ്പോൾ മക്കളെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യലും. അപ്പോൾ നമുക്കൊരു സങ്കടം വരും. അപ്പോൾ കാരണന്മാരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പച്ചന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നത് എപ്പോഴും ചേട്ടൻ പറയും. അപ്പോൾ അതേപോലെ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൂടെ നമുക്കൊരു സന്തോഷമാണ് അവർ ഇതാകുമ്പോൾ. പിന്നെ ഈ മക്കൾ അവർ കാരണന്മാരുടെ രീതിയിൽ അവർ പഴയ കാര്യങ്ങളും കേട്ടും ജീവിച്ച് നല്ല ഇപ്പോഴത്തെ കാലത്തിൽ കെട്ടത് പോകാണ്ട് അവർ കൂടുതലുണ്ടാവുന്നുള്ള സന്തോഷം അത് വേറെ ഒരു ഇതാണ്. ഞങ്ങളിങ്ങനെ കുടുംബജീവിതം കർത്താവിന് വിട്ടുകൊടുക്കാം, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യത്തെ കുഞ്ഞ് തന്നു. രണ്ടാമത് ഞാൻ ഗാഗുൽത്താലൊരു ധ്യാനം കൂടി ഇപ്പം എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ കൂടെ ഈശോ തരുന്നുണ്ട്, ആകുലപ്പെടേണ്ട, ഈശോ നോക്കിക്കോളും എന്നുള്ളത്. രണ്ടാമത് ജനിച്ചു, എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു. അങ്ങനെ ആശ്രമത്തിൽ ഞാൻ ആകാശപ്രവയിലെ സുത്തൂഷിലായിരുന്നു. അച്ഛൻ സെൻറ്റ് ജെയിംസിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പം അച്ഛൻ എന്നെ കൂടെ ആശീർവദിച്ചു വിട്ടു. ആ കൂടെ പറഞ്ഞു,
4 മക്കളെ ഈശോ തരാൻ ആഗ്രഹമുണ്ട്, നീ അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഈശോ പറയുന്നതായിട്ട് സ്വീകരിച്ചു. അങ്ങനെ മക്കളെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. അവൾക്ക് എതിർപ്പുണ്ടായിരുന്നില്ല, അവളുടെ ആദ്യത്തെ ജീവിതത്തിലായാലും മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹമായിരുന്നു. ഇന്നുവരെ നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞെങ്കിലും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി എന്നോട് പറയാറില്ല, അവളോട് പറഞ്ഞെങ്കിൽ അവൾ ഇരുന്നാലും ഞാൻ പറയുമ്പോൾ അവളത് സ്വീകരിച്ചു. ഇന്നുവരെ അവിടെ ആ ദൈവത്തിന് ഞങ്ങൾ പ്രധാനമായ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കൗൺസിലിങ്, ഒരു സിസ്റ്ററുണ്ട്, മരിയ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററുടെ. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ തരും, ദൈവം ആഗ്രഹിക്കുന്നില്ല, അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ഒരു മക്കളില്ലാതെ വേദനിക്കുന്ന കുറേ പേരിങ്ങനെ കാണും ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും, ദൈവം എങ്ങനെ ഈ 5 മക്കളെയും കൊണ്ട് നടക്കണേ? എനിക്കൊരു കൊച്ചിന് വേണ്ടി ഞാൻ കുറേ കാത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. അപ്പം ഞാൻ പറയും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാവരും, കാരണം ആദ്യം കല്യാണം കഴിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി, ആൾ രോഗിയായിരുന്നു. അപ്പോൾ കുട്ടികളില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ കുട്ടികളുണ്ടാവില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് ഒരു കൊച്ചിനെങ്കിലും തരണേ മാതാവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ 2ാമത്തെ മാസമായപ്പോൾ ഗർഭിണിയായി. അങ്ങനെ പിന്നെ ഒരു 1.5 മാസത്തെ, ഒരു കൊല്ലത്തിന് 2 വയസ്സ് അങ്ങനെ വ്യത്യാസമുള്ള 4-5 പേരും. അപ്പോൾ അങ്ങനെ ദൈവം അങ്ങനെ നമുക്ക് വേഗം തന്നു. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചത്, അപ്പോൾ ഇഷ്ടംപോലെ ദൈവം വാരിക്കോരി തന്നു ഇങ്ങനെ. അപ്പം അവരോട് പറയാനുള്ളത്, നമ്മൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ കൂടുതലും ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ കർത്താവേ, നിൻ്റെ ഹിതം ഇന്നെന്താണ്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളുമില്ല. ഞാൻ ഒത്തിരി അലമ്പായിട്ടൊക്കെ നടന്നതാണ്. പിന്നെ ദൈവത്തെ അറിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നടന്നില്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമില്ല. അപ്പം ഞാനെപ്പോഴും കർത്താവേ, എല്ലാത്തിലും ഒരു ദൈവമേ, നിന്നെ സ്നേഹിക്കേണ്ട ഒരു കൃപ, എൻ്റെ മക്കളെക്കാളും എല്ലാത്തിലും ഒരു എനിക്ക് സ്നേഹിക്കാനുള്ള കൃപ, ദൈവത്തിനൊന്ന് ആസാനം കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഒത്തിരി ഞാൻ ജോലി ചെയ്യുമ്പോഴായാലും ഇങ്ങനെ രാവിലെ കുർബാനയ്ക്ക് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സമർപ്പണം അതാണ്. മക്കളെ തന്നിരിക്കുക, അവരെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാനും ദൈവത്തനുസരിച്ച് അവർ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഒരുക്കപ്പെടാനാണ് കൂടുതലും ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവമേ, നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ എൻ്റെ ഈശോയെ നന്ദി, നീ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി, അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞങ്ങൾ കൂടുതൽ അകലെ എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലാണ്. അവിടെ പോയിട്ടാണ് ആദ്യത്തെ കുഞ്ഞിനെ ജനിക്കണത്. ഞങ്ങൾ നിയമം വെച്ചു, വീടിന് വേണ്ടി വെച്ചു, അതെല്ലാം അവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെ കൂടുതലും എൻ്റെ വീട് കോട്ടയാണ്. അങ്ങനെയാണ്, അതാണ് യാത്ര. ഞങ്ങൾ കഴിയുന്നതും ഒരു ദിവസം പോലും അങ്ങനെ പിണങ്ങിയിരുന്നു. ഇപ്പം ഞാനാണ് പിന്നെയും കുറച്ച് വാശി പിടിക്കണം. അവൾ കുറച്ച് ദേഷ്യപ്പെട്ടാലും പൊട്ടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ അതിൻ്റെ രചനത്തിൽ വരും. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കഴിയുന്നതും മാപ്പി ചോദിച്ചാൽ പറഞ്ഞ് അത് ഉള്ളുകൊണ്ട് ഇപ്പം ദേഷ്യം നമുക്ക് പലപ്പോഴും വരാം. അപ്പോൾ കുടുംബമാകുമ്പോൾ അപ്പം നമ്മളത് കൂടുതൽ ഈശോയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത് ഈശോ കാൽവരിയിൽ ക്ഷമിച്ച പോലെ തന്നെ ക്ഷമിക്കാനും സഹിക്കാനുള്ള കൃപയ്ക്കായി നമ്മൾ യാചിക്കുന്നത്. നമുക്ക് കുറേ വാശികളും പിടിവാശികളൊക്കെ ഉണ്ട്, എങ്കിലും കർത്താവെല്ലാം നമുക്ക് മതിയായവനാണ്, ദൈവമെല്ലാം നടത്തിത്തരും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ കൂടുതൽ വലിയ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിൽ, അപ്പം ഒരു മാതാപിതാക്കന്മാരിങ്ങനെ അതെൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്നുണ്ട്, ചെന്ന് പറഞ്ഞു മക്കൾ നോക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ഒരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചത് പറഞ്ഞു, നിങ്ങളെ 3ാമതൊരു മോൻ നോക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് 2 മക്കളുള്ളൂ. അപ്പം വീണ്ടും അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 2 മക്കളുള്ളൂ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് വീണ്ടും അച്ഛന് മെസ്സേജ് കിട്ടി, 3ാമതൊരു കുഞ്ഞിനെയും കൂടെ ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ കുഞ്ഞാണ് ഈ മാതാപിതാക്കന്മാരെ നോക്കേണ്ടത്. ഞാൻ എപ്പോൾ തോന്നിയാലും എനിക്ക് തോന്നുകയാണ് എൻ്റെ ആത്മീയമായിട്ട് ഞാൻ കുറഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ അപ്പം ഞാനൊരു ധ്യാനത്തിന് പോകും. ഒന്നിച്ചും ധ്യാനത്തിന് പോകാറുണ്ട്. ഇപ്പോൾ പിന്നെ പിള്ളേർ ചെയ്തുകൊണ്ട് അവർ ഓടി കളിക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുടുംബ വൃക്ഷ നവീകരണ ധ്യാനം കിട്ടി, വെല്ല് കൂടിയിട്ട് പിന്നെ പല സ്ഥലങ്ങളും ധ്യാനം. നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മാതാവിനോട് നമ്മൾ പറയും. ഇങ്ങനെ മാതാവ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രയാസം, നമുക്ക് കുറേ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു നമുക്ക് മനസ്സിനൊരു ഇത് തോന്നും, ഒരു സമാധാനം ഇതൊക്കെ തോന്നും. ഇപ്പോൾ മക്കളെ മാതാവ് നോക്കണേ,
ഞാനല്ല നോക്കണത്. എനിക്ക് അഞ്ചിന് മുട്ടിന് എപ്പോഴും ചില നേരത്ത് ഈ വെയിറ്റുള്ള ആരുടെ മുട്ടുവേദനയുടെ വെരിക്കോസിൻ്റെ ഇതുണ്ട്. അപ്പം അധികം എന്തെങ്കിലും പണി ഇതൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് തീരെ പറ്റണില്ല. പണികളൊന്നും എടുക്കാനങ്ങനെ പറ്റുന്നില്ല. അപ്പം ചിലപ്പോൾ ഇങ്ങനെ വയ്യാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും ഇങ്ങനെ. അപ്പം ഞാൻ എന്തിനും മാതാവ് എനിക്ക് തരണം, ഈ 5 മക്കളെയും തന്നിട്ട് ഞാൻ അങ്ങനെ നോക്കി ഇതെടുക്കണ്ടേ. അപ്പം ഇങ്ങനെ ഓരോ വിഷമങ്ങൾ തരണേന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞു പിന്നെ എനിക്കൊരു കുഴപ്പമില്ല, ഉഷാറായിട്ട് അങ്ങനെ ഞാൻ മാതാവിനെ അർപ്പിച്ച് അങ്ങനെ ഇതാവും. ഞാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് ത്രിപുരയിൽ ഒരു 40 ദിവസം 2 പ്രാവശ്യമായിട്ട് പോകാൻ സാധിച്ചു. ഇവിടെ ഒരു ജോയി തറക്കൽ അച്ഛൻ ഞങ്ങളുടെ വികാരച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പ്രചോദനം, മെഷീനിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അതിന് വേണ്ടി ഒരു 40 ദിവസം മലകളിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ നിയമം വെച്ച് അങ്ങനെ പോയത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാബിച്ചനെ പോലെ ആൾക്കാരെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ പള്ളിപ്പണിയൊക്കെ കിടക്കുമ്പോഴത്തേക്കും അച്ഛനേക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ ആദ്യം ഒരു മാസത്തേക്ക്, അച്ഛനെ ഡ്രൈവിങ് അറിയില്ല, അവിടെ പോയി അതിനകത്തൊക്കെ പങ്കെടുത്തു. ഞാൻ എല്ലാവരോടും പറയും മിഷനിൽ സഹായിക്കണം, കാരണം നമ്മുടെ വലിയ കടമയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈശോനെ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങളുണ്ട്. അവർ ഈശോനെ അറിഞ്ഞിട്ടില്ല, അവർ ആദിവാസികളാണ്. കാരണം അപ്പം ഇപ്പം നമ്മുടെ മിഷണന്മാർ വന്ന് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നു. ശരിക്കും 3-4 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് അവർ ശുശ്രൂഷ. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രചോദനമായി.